കൃഷ്ണ ഗുരുവായൂരപ്പ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ വിശേഷങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും മതി വരില്ല. അവിടുത്തെ ഓരോ പുൽക്കൊടിക്കും ഓരോരോ കഥകളും ഒക്കെ പറയാനുണ്ടാവും. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പൂജകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയില്ല അവിടെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പൂജകളാണ് എപ്പോഴൊക്കെയാണ് ദർശനത്തിന് പറ്റുക എന്നുള്ളതൊക്കെ. നമ്മൾ മുൻപൊന്ന് ചെയ്തു എങ്കിലും വീണ്ടും നമ്മുടെ ഭക്തർ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് ഞാൻ ഒന്നുകൂടി, നമ്മൾ ഇതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ചെയ്തതിൽ. അപ്പോൾ അതൊന്നുകൂടി വിപുലീകരിച്ച് പറയുകയാണ്. നമുക്ക് ശരിക്കും പറയാം, ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ രാവിലെ നിർമാല്യമാണ്. നിർമാല്യത്തോടു കൂടിയാണ് ദർശനം തുടങ്ങുന്നത്. അതിന് നേരത്തെ തന്നെ ക്യൂ നിൽക്കണം. ഇപ്പോഴത്തേക്ക് സാഹചര്യത്തിൽ ധാരാളം, അതായത് വൈകുന്നേരം തന്നെ വന്ന് ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് വേണ്ടത്. എന്തായാലും 2:30 ആളുകളെയൊക്കെ ഭക്തരെയൊക്കെ ഇതിലേക്ക് നിർത്തും. അതുപോലെ VIP ദർശനം, അതേപോലെ 1000 രൂപ സ്പെഷ്യൽ ദർശനം, അതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ പിന്നീട് വിശദമായിട്ട് നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത്, അപ്പോൾ നിർമാല്യ ദർശനം എന്ന് പറഞ്ഞാൽ നാഴികമണി 3 അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കേ നടയിലെ വലിയ ഗോപുരവാതിൽ തുറക്കും. ആ ഗോപുരവാതിൽ തുറക്കുമ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആദ്യമൊക്കെ ഫ്ലൈ ഓവർ വഴിയായിരുന്നു. അപ്പോൾ ഈ വയസ്സായ ആളുകൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ട് കാരണം ഇപ്പം നേരെ കൊടിമരം വഴി അങ്ങോട്ട് വിടുക ചെയ്യാം. അങ്ങനെ വിടുമ്പോൾ നമുക്ക് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഭഗവാനെ ഒന്ന് കാണാൻ കഴിയും. അങ്ങനെ അവിടെ എത്തുമ്പോൾ വാതിൽപ്പടിയൊക്കെ കയറിയിട്ട് എത്തുമ്പോൾ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് കാണാം ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ. അതുപോലെ ആ പോകുന്ന പോക്ക് സോപാനം വഴിയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ആ സമയം ഏകദേശം മലർ നിവേദ്യത്തിൻ്റെ മുൻപ് അടയ്ക്കുന്നത് വരെയും സോപാനം വഴിയാണ് നമ്മളെ ദർശനത്തിന് അയക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ 2 തവണ നമുക്ക് ദർശനം കിട്ടും. മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും കിട്ടും, സോപാനപ്പടിയിൽ നിന്നും കിട്ടും. അങ്ങനെയുള്ള ആ ഒരു കാഴ്ച. മുൻപ് 3 മണി തൊട്ട് 3:01, 3:02 മാലകളൊക്കെ അഴിക്കൽ തുടങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഭക്തരുടെ ആവശ്യം കൂടി പരിഗണിച്ച് 3:10 വരെ നിർമാല്യത്തിൻ്റെ കാഴ്ച, അതായത് തലേ ദിവസത്തെ ആ പൂജിച്ച ആ വിഗ്രഹം, അതായത് ദേവകൾ പൂജിതമായ വിഗ്രഹത്തിലുള്ള ആ ചൈതന്യത്തെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിർമാല്യത്തിൻ്റെ സങ്കല്പം. അതറിയാലോ. അപ്പോൾ അത് നമുക്ക് 3:10 വരെ ആ ഒരു കാഴ്ച കിട്ടും. അപ്പോൾ കുറച്ച് വൈകിയാലും നമുക്ക് കിട്ടും. 3 മണിക്ക് തന്നെ വേണമെന്നില്ല എന്നർത്ഥം. ഇനിയിപ്പോൾ അഥവാ 3 മണിക്ക് എത്തിയിട്ട് അവിടെ എത്തിയില്ല, എനിക്ക് നിർമാല്യം കിട്ടിയില്ല എന്നുള്ള ചിന്ത വേണ്ട. 3:10 വരെ അതുണ്ട്. അതിനുശേഷം വരുന്നത് നിർമാല്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൈലാഭിഷേകമാണ്. ആ തൈലാഭിഷേകം കുറച്ച് നേരം, അത് കഴിഞ്ഞ് വാഗച്ചാർത്ത്, നെന്മിനി വാഗപ്പൊടി കൊണ്ടുള്ള വാഗച്ചാർത്താണ്. ആ വാഗ വിതറും. അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ബ്രഷ് കൊണ്ടാണ് അത് എടുക്കുക. കാരണം അത്രയും പുരാതനമായ ഭഗവത് വിഗ്രഹമാണ്. അതിന് കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൈ കൊണ്ട് സോപ്പിട്ട് കഴുകണ പോലെ ഒന്നും കഴുകാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനെ ബ്രഷ് കൊണ്ട് എടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ശംഖാഭിഷേകമാണ്. ആ ശംഖാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ സപ്തശുദ്ധി അഭിഷേകം. അങ്ങനെ പറഞ്ഞ് ഏകദേശം 3:35, 3:40 വരെ അഭിഷേകങ്ങളൊക്കെയാണ്. അതാണ് നമുക്ക് തീർത്ഥമായിട്ട് ഭഗവാന്റെ മേലെയുള്ള ഭഗവാന്റെ ശിരസിലും എല്ലാ ഭാഗങ്ങളിലും എത്തി വരുന്ന ആ തീർത്ഥമാണ് നമുക്ക് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് തീർത്ഥമായിട്ട് തരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നട അടയ്ക്കും മലർ നിവേദ്യത്തിന്. മലർ നിവേദ്യത്തിന് ഏകദേശം സമയങ്ങൾ 3:40 വരെ, 45-ൻ്റെ ഉള്ളിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ 4:05, 4:10 മലർ നിവേദ്യം കഴിഞ്ഞ് തുറക്കും. വീണ്ടും വരുന്നത് ഒരു മലർ നിവേദ്യം കഴിഞ്ഞാൽ ചെറിയൊരു അലങ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. ആ ഉണ്ണീനെ കാണാം. അത് കഴിഞ്ഞ് വരുന്നത്
4:35 4:40 കൂടിയിട്ടൊക്കെ ഒന്നുകൂടി അടച്ച് തുറക്കും. പിന്നെ എതിരേറ്റ് പൂജ, അതേപോലെ ഉഷപൂജ, അങ്ങനെയൊക്കെയുള്ള പൂജകളാണ്. ഉഷപൂജ നേരത്താണ് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെ പ്രവേശിപ്പിക്കും. അപ്പോൾ കുറച്ച് സമയം അടയ്ക്കുന്നത് അവിടെ നമുക്ക് അകത്ത് നിന്നിട്ട് നാലമ്പലത്തിൽ നിന്നിട്ട് തന്നെ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ദർശനം കഴിഞ്ഞാൽ പിന്നെ ശീവേലിയായി. ശീവേലി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി അതിനുശേഷം വീണ്ടും നമുക്ക് ദർശനം കിട്ടും. ആ ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പന്തീരടി പൂജയാണ്. പന്തീരടി പൂജ എന്ന് പറഞ്ഞാൽ ശരിക്കും നിഴലിന് 12 അടി നീളം വരുന്ന സമയത്താണ് പന്തീരടി പൂജ എന്ന് പറയുന്നത്. ആ പന്തീരടി പൂജയ്ക്ക് നേദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമയങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. മിക്കവാറും 8:20 ആകുമ്പോഴേക്ക് അടച്ച് 9 മണിയൊക്കെ ആകുമ്പോൾ തുറക്കുന്ന തരത്തിലാവും. 8:15 അടയ്ക്കാം, 9 മണി 9:05 ഉള്ളിലോ അതേപോലെ 8:55 ഉള്ളിൽ ഇങ്ങോട്ടും ആവാം. അങ്ങനെയാണ് നട തുറക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് വേറെ ഒന്നുമില്ല. പിന്നെ വരുന്നത് 11, 11:20, 11:30 ആകുമ്പോൾ ഉച്ചപൂജയാണ്. ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ വരും. കാരണം അത് കളഭാലങ്കാരമാണ്. നമ്മുടെ ഭഗവാന്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ വിവിധ തരത്തിലുള്ള അമ്പാടിയിലെ വിശേഷങ്ങളോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദശാവതാര വിഗ്രഹങ്ങളോ അങ്ങനെയൊക്കെ ചാർത്ത് വരുന്ന കളഭം കൊണ്ടുള്ള ചാർത്ത്, അതാണ് കളഭാലങ്കാരം. അതാണ് ഉച്ചപൂജ കളഭാലങ്കാരം. അത് വരിക 12, 12:20, 12:30 തുറക്കും, നട തുറക്കും. അത് ഏകദേശം 1 മണിക്കൂറോളം സമയം അതിനായിട്ട് വരും. പിന്നീട് വീണ്ടും ദർശനമാണ്. ദർശനം വന്ന് 2 മണിക്ക് അടയ്ക്കും എന്നാണ് പറയുക. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ 2:15, 2:30, 2:45 വരെയൊക്കെ തിരക്കിനനുസരിച്ച് നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഉറങ്ങാനുള്ള സമയം കുറച്ചേ ഉള്ളൂ എന്നർത്ഥം. പിന്നീട് വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ 2:45 അടച്ചാലും 3:30 തുറക്കണം. അതല്ലാത്ത ദിവസങ്ങളിൽ 4:30 തുറക്കുക. അപ്പോൾ 4:30 അമ്പലം തുറക്കുകയാണെങ്കിലും 3:30 അമ്പലം തുറക്കുകയാണെങ്കിലും ശ്രീഭൂതബലി അല്ലാത്ത ദിവസങ്ങളിൽ ശീവേലിയാണ്. അപ്പോൾ ആ ശീവേലി എന്ന് പറയുമ്പോൾ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നു, ഭഗവാനെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ദർശനമാണ്. ദർശനം വരുന്നത് പിന്നെ ഒരു 6, 6:15 കഴിഞ്ഞാൽ ദീപാരാധനയുടെ ഒരുക്കങ്ങളായി. ഭഗവാന് ദീപാരാധന ആ സമയത്ത് നമ്മൾ ദീപാരാധനയുടെ സമയത്ത് കുറച്ച് നേരം നമ്മളെ ഉള്ളിലാണെങ്കിൽ കൂടി ഭഗവാൻ അടച്ച് തുറന്ന് നമുക്ക് ദീപം ദർശിക്കാൻ കഴിയും. ആദ്യം ദീപം കൊണ്ടും പിന്നീട് കർപ്പൂരം കൊണ്ടും ഒക്കെ ഉള്ള ആരതിയാണ്. അത് മിക്കവാറും മേൽശാന്തി ഉള്ള സമയത്താണെങ്കിൽ മേൽശാന്തി ആയിരിക്കും അത് ചെയ്യുക. അതിന് പരികർമ്മികളായിട്ട് കീഴ്ശാന്തിക്കാരുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുറച്ച് നേരം ദർശനം. പിന്നെ ശ്രീഭൂതബലി ആണെങ്കിൽ വീണ്ടും അടച്ചു കഴിഞ്ഞ് ശ്രീഭൂതബലി, അതേപോലെ അത്താഴപൂജ. അത്താഴപൂജയും കഴിഞ്ഞിട്ടേ നട തുറക്കൂ. അത് പ്രത്യേക ദിവസങ്ങളാണ്. അതിൽ തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ അതിന് ശരിക്കും 18 പൂജകളൊക്കെ ഉദയാസ്തമന പൂജ വഴിപാടാക്കുന്ന ഭക്തർക്ക് കാണാൻ സാധിക്കുന്ന വിധമാണ്. ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് പകൽ ഉച്ചപൂജ വരെ അതിൻ്റെ തിരക്കുകളുണ്ടായിരിക്കും. അപ്പോൾ ദർശനത്തിനൊക്കെ കുറച്ച് സമയങ്ങൾ 5 മിനിറ്റ് തുറക്കും, അതേപോലെ പിന്നെ 5 മിനിറ്റ് അടയ്ക്കും. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ ഒരു തിരക്ക് വീണ്ടും വർദ്ധിക്കും. ഉദയാസ്തമന പൂജ വൈശാഖ മാസത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല. അത് കാരണം സാധാരണഗതിയിൽ തന്നെ നല്ല തിരക്കാവുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. പിന്നെ അത്താഴ പൂജയാണ്. അത്താഴ പൂജയുടെ സമയം എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിലൊന്നും മിക്കവാറും സോപാനപ്പടി വഴി നമ്മളെ വിടാറില്ല. കാരണം തീരെ തിരക്കില്ലെങ്കിൽ മാത്രമാണ്. പക്ഷെ അത്താഴ പൂജയുടെ സമയത്ത് അത്താഴ പൂജ കഴിഞ്ഞാൽ ഏകദേശം 8, 8:15 ആകുമ്പോഴേക്കും അത്താഴ പൂജ കഴിഞ്ഞ് തുറക്കും. നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ മണ്ഡപം വഴി തന്നെയാണ് വിടുള്ളൂ നമ്മളെ ദർശനത്തിന്. കാരണം എന്താ വെച്ചാൽ അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് വരും.
അവിടെ വരുന്നത് എന്താ വെച്ചാൽ സ്വർണവും വെള്ളിയും എല്ലാ ലോഹങ്ങളും ഉള്ള കാരണം അതൊക്കെ എടുത്ത് കഴുകാനൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് അനുവദിക്കില്ല സോപാനം വഴി. അത്രയും സെക്യൂരിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അത്താഴപൂജ തൊഴുത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വീണ്ടും ഏകദേശം 9-9:15 വരെ ഒക്കെ, 9:15 9:30, ചിലപ്പോൾ അത് നീളാം 10 മണി വരെയൊക്കെ നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. ഭക്തരുടെ തിരക്കുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു സമയക്രമം കൂടി ഉണ്ട്. അങ്ങനെ അത്താഴപൂജ കഴിഞ്ഞ ശീവേലിയാണ്. ആ ശീവേലി കഴിഞ്ഞ് വിളക്കെഴുന്നള്ളിപ്പും കൂടി കഴിഞ്ഞാൽ, അതായത് ശീവേലി ഒരു റൗണ്ടും പിന്നെ വിളക്കെഴുന്നള്ളിപ്പ് വേറെ, അല്ലെങ്കിൽ ശീവേലി 3 റൗണ്ട് അങ്ങനെ വരും. ആ സമയത്ത് വിളക്കെഴുന്നള്ളിപ്പും കൂടി കഴിഞ്ഞാൽ ഒക്കെ ദീപാലങ്കാരം മൊത്തം എല്ലാ ഭാഗത്തുമായിട്ടുണ്ടാകും വിളക്കെഴുന്നള്ളിപ്പ് വരുമ്പോൾ. അത് കാണാൻ തന്നെ വളരെ കൗതുകമാണ്, നമ്മുടെ മനസ്സിനായ ആനന്ദം വരുന്ന സമയമാണ്. പിന്നീട് വരുന്നതാണ് തൃപ്പുക. തൃപ്പുക എന്ന് പറഞ്ഞാൽ ഭഗവാന് അന്നന്നത്തെ എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള ഒരു ഓലവായന, 10 എന്ന് പറയും, അവരൊരാൾ വന്നിട്ട് ഓലവായന ഉണ്ട്. അതായത് അന്നത്തെ ചിലവും അന്നത്തെ സംഭവിച്ചത് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ പറഞ്ഞ് ഭഗവാനെ ബോധിപ്പിക്കും. അതിനുശേഷമാണ് തൃപ്പുക. തൃപ്പുക എന്ന് പറഞ്ഞാൽ ഭഗവാന് തൃപ്പുക നല്ല വിശിഷ്ടമായ ആരതിയും ഒക്കെ കൊടുത്ത് അതിന് നമുക്ക് പ്രസാദം കിട്ടും. അങ്ങനെ ഭഗവാനെ കിടത്തി ഉറക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 മണി 10:30 ആവും ചിലപ്പോൾ. അങ്ങനെ കുറച്ച് സമയത്തിന് വലിയ വ്യത്യാസം കുറച്ചൊക്കെ വരാൻ സാധ്യത ഉണ്ട്. തൃപ്പുകയുടെ അതും വളരെ വിശേഷപ്പെട്ട നെയ്യാണ്. കാരണം ഭഗവാന് ആ നെയ്വിളക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ മുന്നിൽ തിരുമുമ്പിലെത്തിയിട്ട് ഭഗവാൻ അർപ്പിക്കുന്ന ആ പ്രസാദമാണ് നമുക്ക് തൃപ്പുകയുടെ നെയ്യ്. ഉദയാസ്തമന പൂജ, അതേപോലെ ചുറ്റുവിളക്ക് കാലക്കാർ ഉള്ള അവർക്ക് ഒരു പാത്രത്തിൽ, ചെറിയ പാത്രത്തിൽ അതിൻ്റെ പ്രസാദം കൊടുക്കും. അല്ലാത്തവർക്കായിട്ട് നമ്മുടെ തുലാഭാര കൗണ്ടറിൻ്റെ അവിടെ ആ ക്യൂവിൽ ഭക്തജനങ്ങളെ നിർത്തി അതിൽ സോപാനം കാവലുകാരൻ കൊണ്ടു കൊടുക്കും. അങ്ങനെ കുറേശ്ശേ കിട്ടുള്ളൂ, എന്നാലും കുറച്ച് കിട്ടിയാലും അമൃതാണത്. അത്രയും വിശിഷ്ടപ്പെട്ട വിശേഷമായ ഒരു സാധനമാണ്. അങ്ങനെ തൃപ്പുകയും കൂടിയും കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുനട അടയ്ക്കും. അങ്ങനെ തിരുനട അടച്ച് ഭഗവാനെ അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന് ഏകദേശം 10 മണിയോ 10:30 ആണെങ്കിൽ അതിലത്തെ 1-1.5-2 മണിക്കൂറും പിന്നെ രാവിലത്തെ 2:45 2:50 വരെയൊക്കെയുള്ള ആ ഒരു സമയമാണ് കിട്ടുന്നത് ഭഗവാനെ ആകെ ഉറങ്ങാൻ. അത്ര സമയം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ പരാതികളും സന്തോഷങ്ങളും ഒക്കെ ഭഗവാന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അതിനായിട്ടിങ്ങനെ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് കൃഷ്ണനാട്ടം ഉണ്ടെങ്കിൽ അത് ചൊവ്വാഴ്ചകളിൽ ഉണ്ടാവില്ല, മറ്റ് ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഉള്ളപ്പോൾ വടക്കേ നടയിൽ തന്നെയാണ്, അതായത് ചുറ്റമ്പലത്തിലാണ് കൃഷ്ണനാട്ടം അരങ്ങേറുക. അത് ഏകദേശം ചിലപ്പോൾ 12, 1 മണി 2 മണി വരെയും ഒക്കെ ഉള്ള കഥകളാണ്. ആ കഥകൾക്കനുസരിച്ച് ഭക്തജനങ്ങൾക്ക് ആ ചുറ്റമ്പലത്തിൽ ഇരുന്ന് കൃഷ്ണനാട്ടം കാണാം. പക്ഷേ നാലമ്പലം അടച്ചിട്ടുണ്ടായിരിക്കും. അത്രയൊക്കെയാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ പൂജകൾ. മിക്കവാറും എല്ലാ ദിവസവും ഇതേപോലെ തന്നെയാണ്. അതിൽ വ്യത്യാസം വരുന്നത് ഈ ശീവേലിയും അതേപോലെ സ്ത്രീഭൂതബലി ചടങ്ങുകൾ മാത്രമാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് വരിക. അതേപോലെ ഉച്ചപൂജ അലങ്കാരങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ മാറി മാറി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ ചടങ്ങുകൾ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ അനുസരിച്ച് ദർശനത്തിനെത്തുക. കാരണം അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ദർശനമൊക്കെ സഫലമാവട്ടെ. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. എല്ലാവർക്കും ഷെയർ ചെയ്യൂ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.